ചിങ്ങത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ വീടാണ്. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, പെടും. 8ൽ രാഹു പെടുത്തും. വളരെ ദോഷമുള്ള സമയമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഉറക്കമിളപ്പാണ് ഉദ്ദേശിക്കുന്നത്. വളരെ രാത്രി യാത്ര ഒരു മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്. ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് ഒരിടത്ത് തങ്ങിയും സൂര്യോദയത്തിന് ശേഷം തിരിക്കുക. ഇല്ല, എനിക്ക് 3 മണിക്ക് 4 മണിക്ക് പോകണം, അപകടം സംഭവിക്കാനുള്ള അത് വളരെ ശ്രദ്ധിക്കണം. അവർക്ക് 7ലാണ് കേതു വരുന്നത്, ജന്മത്തിൽ രാഹു വരും. ഒരു സമാധാനം കാണൂല, അത് ക്ഷിപ്രകോപിയാവും. ചെയ്യുന്ന ജോലിയിൽ ടെൻഷൻ വർദ്ധിക്കും. അതിപ്പോൾ ഏത് ഫീൽഡായാലും. അത് കൂടുതലും രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ആകായ രാശിയാണ്, ഇരുട്ട് രാശിയാണ്. മുത്തുകുമാർ സർ, ഇപ്പം വരാനിരിക്കുന്ന രാഹുകേതുക്കളുടെ ഒരു മാറ്റം, അത് എന്തൊക്കെ ദോഷഫലങ്ങളാണ്? അത് ഏത് രാശിക്കാരിലൊക്കെയാണ് ദോഷഫലങ്ങൾ ഉണ്ടാവാറ്? ഇപ്പം ഒരു 5 രാശിക്കാർക്ക് അത് രാഹുകേതുക്കൾ മാറുന്നത് 2025 മെയ് 18-ലാണ്. ഇപ്പം മീനത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും പോലെ അല്ല, അത് ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മീനത്തിൽ നിന്ന് കുംഭത്തിലാണ് സഞ്ചാരം. 1.5 വർഷമാണ് അതിൻ്റെ ടൈമിങ്. അപ്പോൾ ഇതിൽ രാശി എന്ന് പറയുന്നത് കർക്കിടക രാശിക്കാർക്ക് 8ലാണ് രാഹുവിൻ്റെ സഞ്ചാരം, 2ൽ കേതു. അപ്പോൾ എങ്ങനെ പറയാം, ഇപ്പം അവർക്ക് അഷ്ടമശനി കഴിഞ്ഞതേ ഉള്ളൂ, 29 അഷ്ടമശനി കഴിഞ്ഞു. അപ്പോൾ ഗുണഫലം ഏറിയ പങ്കും വരണം. എന്നാൽ മെയ് 18 രാഹു ഇങ്ങോട്ട് വരികയാണ്. ശനി പോലും രാഹു. അപ്പം കർക്കിടകൂറിൽ വരുന്ന പുണർന്ന മുക്കാല്, പൂയം, ആയില്ല, ഇവർക്ക് ഈ കാലം വളരെ ശ്രദ്ധ വേണം. 2ൽ ശ്രദ്ധിക്കണം. ധനം, അത് കൊടുക്കൽ വാങ്ങലെന്ന് പറയും. ഫൈനാൻസ് ബിസിനസ്സിൽ ബിസിനസ് ചെയ്യുന്നവർ 2ൽ രാഹു വന്നു കഴിഞ്ഞാൽ, 8ൽ കേതു വന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിൽ ഫൈനാൻസ് സംബന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ഊഹക്കച്ചവടം, അതായത് ഷെയർ മാർക്കറ്റ്, ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചിങ്ങത്തിൽ കേതു വന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ വീടാണ്. ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, പെടും. 8ൽ രാഹു പെടുത്തും. അതുപോലെ ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. ഫുഡ് ഇൻഫെക്ഷൻ, ഫുഡ് പോയിസൺ എന്നും പറയാം. 8ൽ രാഹു വന്നു കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് പറയണം. അത് പ്രായ വ്യത്യാസമില്ലാതെ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മധ്യവയസ്സിലുള്ളവരാണെങ്കിലും. ഒവാമ എന്ന് പറയും തമിഴ്. ഒവാമ എന്ന് ഉദ്ദേശിക്കുന്നത് ഛർദൻ, അതായത് ഫുഡ് ഇൻഫെക്ഷൻ അതുപോലെ അത് വളരെ വലിയ പ്രശ്നമാവും അത്. അപ്പം മാക്സിമം ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. ആര്? കർക്കിടകൂറുകാർ. 2ലെ കേതുവിൻ്റെ സ്ഥിതി 8ലെ പരിഹാരം ചെയ്യാം. നമുക്ക് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പരിഹാരം ചെയ്യാം. 2ലെ കേതുവിൻ്റെ സ്ഥിതിക്ക് കൂട്ടുകട ഹോമം നടത്തുന്നത് അത് 1.5 വർഷം ചെയ്യണം. 1 മാസം 1 ചൊവ്വാഴ്ച അല്ലെങ്കിൽ ചതുർത്ഥിക്ക് കൂട്ടുകട ഹോമം നടത്തുമ്പോൾ 2ൽ കേതുവിൻ്റെ കുടുംബകലവും പറയണം. 2ൽ കേതു വന്നു കഴിഞ്ഞാൽ ഇവരെ നാക്ക് ഭയങ്കര പ്രശ്നമാകും. എന്തെങ്കിലും ഒരു വാക്കായിരിക്കും ഇവർ പറയുന്നത്, അത് വളരെ പ്രശ്നം ഉണ്ടാകും. പറയുന്നത് ഒരു വാക്കായിരിക്കും, അത് വ്യാഖ്യാനിക്കും ആൾക്കാർ, അത് കുടുംബത്തിനകത്ത് തന്നെ. അപ്പം അത് ഭയങ്കര പ്രശ്നമാകും. അപ്പം കേതുവിന് നമുക്ക് ഗണപതി മഹാഗണപതിക്ക് കൂട്ടുകട നടത്തുന്നതോ കറുകമാല സമർപ്പിക്കുന്നത്, പിന്നെ മോദക വഴിപാടൊക്കെ ദോഷകാഠിന്യം ഈ രാശിക്കാർക്ക് കുറയ്ക്കും. 8ലെ കേതുവിന് കുടുംബ കാവുണ്ടെങ്കിൽ അവിടെ വഴിപാട് ചെയ്യുക. അല്ലെങ്കിൽ ആയില്യത്തിന് പുള്ളുവമ്പാട്ട് പാടുന്നതോ നൂറുംപാൽ വഴിപാടൊക്കെ ദോഷകാഠിന്യം ഇവർക്ക് കുറയ്ക്കും. അതുപോലെ തന്നെ ആപ്പോസിറ്റ് വരുന്ന മകരം, അതിൽ വരുന്നത് ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടാര. ഇവർക്ക് 2ൽ രാഹു 8ൽ കേതുവാണ്. ഈ സ്ഥാനം 2, 8 എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റാണ്. 2 എന്ന് പറയുന്നത് വാക്ക്, 8 എന്ന് പറയുന്നത് കഷ്ടത. ഇവരെ വാക്കുകൊണ്ട് തന്നെ ഇവർ കഷ്ടത വരുത്തും. അതിന്റെ ഉദ്ദേശം മനസ്സിലായ? ഇവരെ വാക്കുകൊണ്ട് തന്നെ ഇവർ എവിടെയോ പോകുന്ന ഒരു പ്രശ്നങ്ങളിനെ വലിച്ചഴിച്ച് കൊണ്ടുവരും. അപ്പൊ ഈ ഗ്രഹമാറ്റം കൂടെ സംഭവിക്കുമ്പോൾ ഇപ്പൊ മകരക്കൂറുകാർക്ക് 7ാം ശനി മാറിയാണ്, എന്നാൽ രാഹു 2ൽ വരെയാണ്. ശനിയെ പോലും രാഹു. അപ്പൊ ധനപരമായിട്ടൊക്കെ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കണം. അതായത് ജാമ്യം നിൽക്കുക. രാഹു 2ൽ വന്നു കഴിഞ്ഞാൽ ജാമ്യം നിൽക്കാൻ പാടില്ല. ഞാൻ തരാം, ഓക്കെ, ഭയങ്കര പ്രശ്നമാണ് ഇവർക്ക്. കുടുംബത്തിനകത്ത് തന്നെ ഒരു രഹസ്യ സ്വഭാവം എപ്പോഴും വേണം.
ദൃഷ്ടിദോഷം വരും ഇവർക്ക്. 8 കേതു വന്ന് ഇവരുടെ എന്തോ ഇവരുടെ കയ്യിൽ ധനം ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദൃഷ്ടി ചെയ്യും. അപ്പം അത് ഇവർക്ക് ബിസിനസ്സിൽ ബാധിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് രഹസ്യ സ്വഭാവം വേണം ചില വിഷയങ്ങളിൽ. ചിലർ പറഞ്ഞുകൊണ്ട് നടക്കും, എനിക്ക് ഇന്ന് ഇത് ചെയ്തു, ഈ ബിസിനസ്സിൽ ഇത്ര ലാഭവിഹിതം വന്നു, ആ ഷെയർ ഞാൻ ഇത്ര കൊടുത്തായിരുന്നു, അതിന് എനിക്ക് ഇത്ര വന്നു. ഇതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. ആര്? മകരഗുരുവാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇവരും ചെയ്യേണ്ട പരിഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് രാഹുവിന് കുടുംബകാവിൽ വഴിപാട് നടത്താം, അല്ലെങ്കിൽ ആയില്യത്തിന് പുള്ളുമ്പാട്ട് പാടുന്നതും 100 പാല് വഴിപാട് ചെയ്യുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. 8 കേതുവിന് തടസ്സമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വഴിക്ക് ഇറങ്ങുകയാണ്, തടസ്സം വരും. ഒന്നുകിൽ ഒരു ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു മഴ വരിക, പോകാൻ പറ്റാതാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം വരിക. അതിന് ഭഗവാന് കൂട്ടുകണവിധമോ മഹാഗണപതിക്ക് ചെയ്യുന്നത് ദോഷകാഠിന്യം. വിവാഹാദി കാര്യങ്ങൾ തടസ്സം ചെയ്യും. 2 രാഹു എന്ന് കഴിഞ്ഞാൽ വിവാഹാദി കാര്യങ്ങൾ നീണ്ടുപോകും എന്നാണോ? അതോ ഒരു വർഷം നീണ്ടുപോകും, നടക്കില്ല. അപ്പൊ ഇവർക്ക് ഇപ്പം 14-ാം തീയതി വ്യാഴമാറ്റവും 6-ലാണ് വരുന്നത് മകരഗുരുവാർക്ക്. അപ്പൊ അതിൽ തടസ്സം വരും വിവാഹാദിയിൽ. അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 രാഹു 8 കേതു, 2 കേതു 8 രാഹു. അപ്പൊ 2 രാശി വന്നു കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത് വരുന്നത് 7 രാഹു 7 കേതു, 7 കേതു 7 രാഹു, ഇങ്ങനെ തിരിഞ്ഞു വരും. അപ്പൊ അത് ഏത് രാശി? കുംഭത്തിന് ജന്മശനി മാറയാണ്, അവർക്ക് 7-ലാണ് കേതു വരുന്നത്, ജന്മത്തിൽ രാഹു വരും. ഒരു സമാധാനം കാണൂല, അത് ക്ഷിപ്രകോപിയാവും. ചെയ്യുന്ന ജോലിയിൽ ടെൻഷൻ വർദ്ധിക്കും. അതിപ്പോൾ ഏത് ഫീൽഡായാലും. അത് കൂടുതലും രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ആകായ രാശിയാണ്, ഇരുട്ട് രാശിയാണ് കുംഭം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മിഡ് നൈറ്റ് ജോലി ചെയ്യുന്നവർ, ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ ടെൻഷൻ കൂടും. 7-ൽ കേതുവിന്റെ ദൃഷ്ടി വളരെ ദോഷമുള്ള സമയമാണ്. ആരോഗ്യം ശ്രദ്ധിക്കാൻ, ഉറക്കമിളപ്പാണ് ഉദ്ദേശിക്കുന്നത്. വളരെ രാത്രി യാത്ര ഒരു മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്. ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് ഒരിടത്ത് തങ്ങിയും സൂര്യോദയത്തിന് ശേഷം തിരിക്കുക, ഇല്ല എനിക്ക് 3 മണിക്ക് 4 മണിക്ക് പോകണം, അപകടം സംഭവിക്കാനുള്ള അത് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ വരുന്നത് അവിട്ടം, ചതയം, പുരുട്ടാതി, മുക്കാല്. ഇവർക്ക് 5-ൽ വ്യാഴന്റെ ദൃഷ്ടി വരുന്നുണ്ടെങ്കിലും ഈ രാഹു കേതു രാശിയിലും 7-ലും വരുന്നത് ചെറിയ ദോഷം ചെയ്യും. അപ്പൊ അത് പരിഹാരം ഇത് തന്നെ. ഗണപതിക്ക് കറുകമല സമർപ്പിക്കുന്നതും കൂട്ടുഗണപതി ഹോമം നടത്തുന്നതും കാവില് ആയില്യത്തിന് 100 പാല് വഴിപാട് നടത്തുന്നതൊക്കെ രാഹുകേതുക്കൾ ദോഷം. തിരിച്ച് ചിങ്ങം നോക്കണം. ചിങ്ങത്തിന്റെ ലഗ്ന രാശിയിൽ കേതുവും 7-ൽ രാഹുവും, ഇവർക്ക് വിവാഹ തടസ്സം മെയിനായിട്ട്. അത് ഇതുപോലെ വിവാഹം നടക്കാതെ പോകുന്നത് നീണ്ടുപോകും. നടക്കാതെ പോകുന്നല്ല, ഇത് 1.5 വർഷമല്ലേ ഇതിന്റെ കാലയളവ്. ആ ഒരു കാലഘട്ടത്തിൽ വിവാഹം നടക്കില്ല, ഒരു തടസ്സം വരും. അപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് നടക്കാനുള്ള അവസരം. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന 2025 മെയ് 18-ന് ശേഷം 1 വർഷം തടസ്സമാണ് ഉദ്ദേശിക്കുന്നത്. പഠനത്തിലും പിന്നോക്കം നിൽക്കും കുട്ടികൾ. ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കില്ല. പാവഗ്രഹമായ കേതു രാശിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയാം, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു സ്വഭാവം ഇത് കുട്ടികളിലും മുതിർന്നവരും അത് കാണും. അപ്പൊ ഇവർക്ക് വേണ്ടിയുള്ള പരിഹാരമാണ് ഈ പറഞ്ഞ പരിഹാരം ചെയ്യുമ്പോൾ ദോഷകാഠിന്യം കുറയും. പിന്നെ വരുന്നത് 4-10. 4-10 എന്ന് ഉദ്ദേശിക്കുന്നത് 10-ൽ രാഹു വന്നു കഴിഞ്ഞാൽ ദോഷമല്ല, 10-ൽ കേതു വന്നാൽ ദോഷമാണ്. അപ്പൊ ഏത് രാശിക്കാർക്ക് 10-ൽ വരും? വൃശ്ചികത്തിന് 10-ൽ വരെയാണ്. 4-ൽ രാഹു. വളരെ ശ്രദ്ധിക്കുക, പരിഹാരം ചെയ്ത് മാറ്റാൻ പറ്റും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.